ആറ്റുകാലിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. പ്രമുഖരായ എല്ലാവരും എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആറ്റുകാലിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടുണ്ട്. കാർത്തിക ഓഡിറ്റോറിയത്തിലാണ് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി ഭക്ഷണ വിതരണം ഉദ്ഘാടനത്തിനാണ് എത്തിയിരിക്കുന്നത്. തന്നെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവമല്ലേ. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പുതിയ സംവിധാനങ്ങളുമായിട്ട് വരുന്ന രാജ്യത്തിൻ്റെ ഭരണയന്ത്രത്തിനും ഒരു വലിയ പ്രാർത്ഥനയായിരിക്കും ഓരോ വർഷവും നടക്കുന്ന. എല്ലാം നല്ലതുകൾ സംഭവിക്കണം. എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് നമുക്ക് ജനതയുടെ നന്മയ്ക്കായി അതിലിന്ന് ആധ്യാത്മികതയ്ക്ക് വലിയ പങ്ക് വഹിക്കാനാണ്. ടൂറിസം രംഗത്ത് തന്നെ മഹാകുംഭമേള എന്ന് പറയുന്നത് വലിയ പാഠമാണ് ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. യു പിയുടെയൊക്കെ ഒരു GDPയുടെ ഗ്രോത്തിനെ സംബന്ധിച്ച് ഈ വളരെ മോശമായിട്ട് പറഞ്ഞവർക്കൊക്കെ ആശ്ചര്യപ്പെടാം. അവർ സന്തോഷിക്കും. കാരണം എല്ലാ മതത്തിലും പെടുന്നവരുടെ അന്നമായിട്ടാണ് വന്ന് ചേരുന്നത്. ഇതിൻ്റെ പേരിൽ ഏതാണ്ട് 70 കോടി എന്നാണ് പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും 50 കോടിക്ക് മേലെ 1000 രൂപ വെച്ചെങ്കിലും ഒരാൾ ചിലവാക്കിയിട്ടുണ്ട് അല്ലേ. അവിടുത്തെ ബോട്ട് യാത്ര ക്രമീകരിച്ച് ഒരു വിഭാഗത്തിന് മാത്രം ലഭിച്ചിരിക്കുന്ന ഏതാണ്ട് 30 കോടി രൂപ എന്നാണ്. അപ്പോൾ അവരുടെയൊക്കെ എത്ര വർഷത്തെ ജീവിതമാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളുൾപ്പെടെയാണ് സുരേഷ് ഗോപി അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. TS ഹരികൃഷ്ണനുണ്ട്. ഹരി, ക്ഷേത്ര പരിസരത്തെ ഭക്തി നിറഞ്ഞ അന്തരീക്ഷം ഇപ്പോൾ എങ്ങനെയാണ്? അവിടുത്തെ ദൃശ്യങ്ങൾ അവിടെ നേരിൽ എത്താൻ കഴിയാത്ത ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? ഹരി, പൊങ്കാല അർപ്പിക്കാനായി നിരവധി ഭക്തർ ഇപ്പോൾ തന്നെ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ നമ്മൾ കാണുന്നത് സാധാരണ ഈ പൊങ്കാലയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഭക്തരെല്ലാവരും ഇവിടെ തിങ്ങി നിറഞ്ഞ് നഗരത്തിലൊക്കെ നിറയുക. പക്ഷേ അതിനൊക്കെ വിപരീതമായി ഇന്ന് പുലർച്ചെ മുതൽ തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നഗരങ്ങളൊക്കെ തന്നെ കൊണ്ട് നിറഞ്ഞു. പൊങ്കാലയ്ക്ക് തയ്യാറെടുപ്പുകളുമായി എല്ലാവരും നഗരത്തിന്റെ പല പരിസരത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പരിസരത്ത്. ക്ഷേത്രത്തിനൊരു ശബ്ദത്തിൽ എന്തോ ഒരു ചെറിയ വ്യക്തതക്കുറവുണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. ഹരി, മൈക്കിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി പേർ ഇപ്പോൾ തന്നെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തി. ക്ഷേത്രത്തിൽ ദർശനത്തിനായി പുലർച്ചെ മുതൽ വലിയ തിരക്കായിരുന്നു. നാളെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ എത്തി ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പൊങ്കാല ഇടുന്നതിന് വേണ്ടി സ്ഥലം നേരത്തെ തന്നെ കണ്ടെത്തിയ ആളുകളുണ്ട്. ബന്ധുവീടുകളിലേക്ക് ആളുകൾ എത്തുകയാണ്. ക്ഷേത്ര പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സുരേഷ് ഗോപി അല്പം മുമ്പ് വന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട നഗരസഭയുമായി ബന്ധപ്പെട്ട ആളുകൾ, ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA മാർ, മന്ത്രിമാർ എല്ലാവരും ഇതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വലിയ തിരക്കിലാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഉള്ളത്. അത്രയധികം ആളുകൾ വരുന്ന തിരക്കേറിയ ഒരിടം എന്ന നിലയിൽ അപകടരഹിതമായി ആറ്റുകാൽ പൊങ്കാല അത് അർപ്പിച്ച് എല്ലാവർക്കും മടങ്ങാനുള്ള ക്രമീകരണങ്ങളാണ്. പ്രത്യേകമായ സർവീസുകൾ റെയിൽവേ സാധാരണ എല്ലാ വർഷവും ഏർപ്പെടുത്തുന്നുണ്ട്. KSRTC ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവരവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് ബസ് പിടിച്ച് അങ്ങനെ വരുന്ന ആളുകളുണ്ട്. പ്രത്യേകം വാഹനം അറേഞ്ച് ചെയ്ത് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ ഒരു അറ്റം വരെ സ്ത്രീകളുടെ വലിയ ഒരു ഒഴുക്ക് ആറ്റുകാലിലേക്ക് തിരുവനന്തപുരം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി രാത്രിയിൽ നാളെ പുലർച്ചെ എത്തുന്നവരുണ്ട്. അപ്പോൾ നാളെ പുലർച്ചെയൊക്കെ ചില ബസ്സുകളിൽ ഇപ്പോൾ നമ്മൾ രാത്രി ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ ഒക്കെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അതിനകത്തൊക്കെ നിറച്ചും സ്ത്രീകളായിരിക്കും ഉണ്ടാവുക. അത് പൊങ്കാലയ്ക്ക് വേണ്ടി വരാൻ വേണ്ടിയുള്ള മറ്റ് സാമഗ്രികളുമായിട്ട് അവരുടെ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത്. ഇതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരം വലിയ രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. നാളെ ഏതാണ്ട് ഇതേപോലെ ഈ സമയമാകുമ്പോഴേക്കും പണ്ടാരടുപ്പിൽ തീ പകർന്ന് അത് ഈ പൊങ്കാല പായസം ഉണ്ടാക്കുന്നതിനുള്ള ഒരു തിരക്കിലായിരിക്കും നാളെ തിരുവനന്തപുരം നഗരം മൊത്തം.